നമസ്തേ. ഇരുളും വെളിച്ചമാകും എന്നതിലേക്ക് സ്വാഗതം. വിജയിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ 3 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. മറ്റൊരാളെ തകർക്കാൻ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തരുത്. ഒരുപാട് കഴിവും സാധ്യതകളും ഉള്ള പലരും രക്ഷപ്പെടാത്തത്, മെച്ചപ്പെടാത്തത് അവരവരുടെ വിജയത്തിനു വേണ്ടി ശ്രമിക്കുന്നതിന്, ചിന്തിക്കുന്നതിന്, പ്രവർത്തിക്കുന്നതിന് പകരം മറ്റൊരാളെ തകർക്കാനും തളർത്താനും സമയം വിനിയോഗിക്കുന്നത് കൊണ്ടാണ്. അതിൻ്റെ ഫലമോ അവനവൻ വളരുകയുമില്ല, മറ്റവൻ തളരുകയുമില്ല. അതുകൊണ്ട് വിജയം ആഗ്രഹിക്കുന്ന നമ്മൾ എപ്പോഴും ഈ കാര്യം മനസ്സിൽ സൂക്ഷിച്ച് പ്രവർത്തിക്കണം. കാരണം അസൂയ മനുഷ്യ സഹജമാണ്. പക്ഷേ ആ അസൂയ കൊണ്ട് നമ്മൾ നമ്മുടെ സാധ്യതകളും സമയവും നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ പരാജയത്തിലോട്ട് പോകും. അവരൻ തളരുകയുമില്ല, നമ്മൾ വളരുകയുമില്ല. ഇത് നമ്മൾ ശ്രദ്ധാപൂർവം മനസ്സിൽ സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ആവർത്തിക്കുന്ന അബദ്ധങ്ങളെയും കളഞ്ഞു കുളിക്കുന്ന അവസരങ്ങളെയും നമ്മൾ തിരിച്ചറിയണം. കാരണം ചിലർ പറയുന്നത് നമുക്ക് കേൾക്കാം, എനിക്ക് നല്ല ജോബ് കിട്ടിയതാണ്, എനിക്ക് ആ കമ്പനിയിൽ നിന്ന് എന്നെ വിളിച്ചതാണ്, എനിക്ക് ആ കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നതാണ്, മെച്ചപ്പെട്ട ശമ്പളം ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ചെറിയ കാര്യം കൊണ്ട്, എന്തെങ്കിലും അലോസരമുണ്ടായ ചെറിയ വിഷയങ്ങൾ കൊണ്ട് ഞാനത് കളഞ്ഞിട്ട് വന്നു, അതിപ്പോൾ എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു, നല്ല സാമ്പത്തിക ഭദ്രത എനിക്ക് വരേണ്ടതായിരുന്നു, ഞാൻ ആ അവസരം കളഞ്ഞു കുളിച്ചു എന്നൊക്കെ പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈശ്വരന് എന്തെങ്കിലും ഒരു പദ്ധതി കാണും. അല്ല എങ്കിൽ നമ്മൾ ആ ചെറിയ ജോബായാൽ പോലും, ചെറിയ അവസരമായാൽ പോലും നമ്മളെ അതിൽ കൊണ്ട് എത്തിച്ചിരിക്കുമ്പോൾ നമ്മൾ അതിനെ തിരസ്കരിച്ച് നഷ്ടപ്പെടുത്തി അതിലൊന്നും ഉപയോഗപ്പെടുത്താതെ നമ്മൾ കളഞ്ഞു കുളിച്ചാൽ നമ്മുടെ അവസരങ്ങൾ വലിയ ദുഃഖങ്ങളായി മാറുന്ന രീതിയാണ് ഇന്ന് പലയിടത്തും കാണുന്നത്. അപ്പോൾ നമ്മൾ അവസരങ്ങൾ എപ്പോഴും ഉപയോഗപ്പെടുത്തണം. അത് ഈശ്വരൻ്റെ പദ്ധതിയാണ്. നമ്മുടെ കഴിവിനെ അനുസരിച്ചായിരിക്കില്ല ചിലപ്പോൾ ചെറിയ അവസരമായിരിക്കും. നമ്മൾ വലിയ വിദ്യയും കഴിവുമൊക്കെ ഉള്ളവരായിരിക്കാം. പക്ഷേ അത് ഈശ്വരൻ്റെ ഒരു പരീക്ഷണഘട്ടം അല്ലെങ്കിൽ ഒരു സംഭാവന അങ്ങനെ ആയിരിക്കാം നമ്മുടെ കയ്യിൽ അതും കൊണ്ടെത്തിക്കുന്നത്. നമ്മൾ അതിനേക്കാൾ അവസരങ്ങളെയും സാധ്യതകളെയൊക്കെ കളഞ്ഞു കുളിക്കുമ്പോൾ നമ്മൾ ചെന്നപ്പെടുന്നത് വലിയ പരാജയങ്ങളിലായിരിക്കും, വലിയ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയിലായിരിക്കും. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ചില കാര്യങ്ങൾ നമ്മളെപ്പോഴും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അബദ്ധങ്ങൾ നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നു. അതിപ്പോൾ ലഹരിയാകാം, അനാവശ്യ കൂട്ടുകളാകാം, മറ്റുള്ളവരെ അസഭ്യം പറയുന്നതാകാം. അത് നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നമ്മളിങ്ങനെ മനസ്സിൽ കുറിക്കും, അല്ലെങ്കിൽ ശപഥം ചെയ്യും, ഇനി ഞാനിത് ആവർത്തിക്കില്ല. പക്ഷേ നമ്മൾ വീണ്ടും ഇതുപോലുള്ള ചതിക്കുഴികളിൽ ചെന്ന് പെടുകയും നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടുകയും നമ്മൾ വല്ലാതെ പരാജിതരാകുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഈ കാര്യവും ഒന്ന് ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ കണ്ണിലൂടെ ലോകത്തെ, വിജയത്തെ നോക്കിക്കാണാൻ, ആ ചിന്തകളിലൂടെ നമ്മൾ തീരുമാനമെടുക്കാൻ നിന്നാൽ നമുക്കൊരിക്കലും വിജയിക്കാൻ പറ്റില്ല. കാരണം മറ്റുള്ളവർ പരീക്ഷിച്ച് പരാജയപ്പെട്ട രീതികളായിരിക്കാം, മാർഗങ്ങളായിരിക്കാം നമ്മൾ വിജയത്തിന് വേണ്ടി സ്വീകരിക്കുന്നത്. അപ്പോൾ അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ കാഴ്ചകളും മറ്റുള്ളവരെ കണ്ണിൽ കൂടിയും മനസ്സിൽ കൂടിയും നമ്മൾ നമ്മുടെ ആശയങ്ങളെ, നമ്മുടെ വിജയങ്ങളെ കാണാൻ ശ്രമിച്ചാൽ അത് വിജയത്തിലെത്തില്ല. കാരണം അവർ പരീക്ഷിച്ച് പരാജയപ്പെട്ട മാർഗമാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് മൈനസായ അനുഭവങ്ങളായിരിക്കും. അപ്പോൾ നമ്മുടെ പദ്ധതി നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ നല്ലൊരു ഉറച്ച തീരുമാനം വേണം. എനിക്കത് വർക്ക് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റും, എന്നെക്കൊണ്ടത് കഴിയും. ആ തീരുമാനമാണ് നമുക്ക് ആദ്യം വേണ്ടത്. അങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങളിലും ഇടപെടേണ്ടത്. അങ്ങനെ നമ്മൾ ഇടപെട്ട് മുന്നോട്ട് പോയാൽ, കാരണം നമ്മുടെ ചിന്തകൾ നമുക്ക് മാത്രമുള്ളതാണ്. സമൂഹത്തിന് ഒരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിൽ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് അവലംബിക്കാവുന്ന നല്ല മാർഗങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ പദ്ധതികളും നമ്മുടെ ചിന്തകളും വിജയങ്ങളിലെത്തും. അപ്പോൾ നമ്മുടെ കാഴ്ചകളും മംഗളമായിരിക്കും. നന്ദി, നമസ്തേ. ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് വീണ്ടും കാണാം.